അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ശശി തരൂരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത് വന്നിരിക്കുന്നു. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീതായി പറഞ്ഞിരിക്കുന്നത്? ശശി തരൂർ പറഞ്ഞതിന് തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരന്റെ പേരെടുത്തു പറഞ്ഞാണോ അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നത്? അരുൺകുമാർ ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അത്തരമൊരു പരാമർശം ശശി തരൂർ നടത്തിയത്. അദ്ദേഹം അതിൽ പറഞ്ഞത് പല ആളുകളും പറഞ്ഞു കേട്ടു എന്നുള്ള രീതിയിൽ, അത് പുറത്തുനിന്ന് പലരും പറഞ്ഞു കേട്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഒരു പ്രസ്താവനയും പരാമർശവും നടത്തിയത്. തിരുവനന്തപുരത്തെ സാമുദായിക സംഘടനകളെയും സാമുദായിക സംഘടനാ നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖർ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. വോട്ടർമാർക്ക് പണം നൽകി വോട്ട് പിടിക്കാനുള്ള ശ്രമം രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നു. തീരദേശ മേഖലയിലാണ് അത്തരമൊരു ശ്രമം രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത് എന്നതടക്കം ചില ആളുകൾ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു തരൂരിന്റെ പ്രസ്താവന. ഇതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശശി തരൂരിന് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഈ ആരോപണത്തിന് തെളിവുകൾ ഹാജരാക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം. എന്നാൽ തെളിവുകൾ ഹാജരാക്കാൻ തരൂരിനായില്ല. എന്ന് മാത്രമല്ല, തരൂർ നൽകിയ മറുപടി താൻ അങ്ങനെ ഒരു ആരോപണമായി ഉന്നയിച്ചിട്ടില്ല, പറഞ്ഞു കേട്ട കാര്യം അത് പറയുകയായിരുന്നു, അത് അറിയിക്കുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് നേരിട്ട് തനിക്ക് ഇക്കാര്യത്തിൽ ബോധ്യമില്ല, താൻ അങ്ങനെ നേരിട്ടൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടില്ല, മറ്റു പലരും തന്നോട് പറഞ്ഞ കാര്യം വെളിപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തരൂർ അറിയിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇത്തരത്തിൽ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്, അത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്, മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്, ഇനി അത് ആവർത്തിക്കരുത് എന്നൊരു നിർദ്ദേശവും താക്കീതുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശശി തരൂരിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഭാഷണ ഭാഗം, ഈ ആരോപണം ഉൾപ്പെടുന്ന ഭാഗം അതിന് സംപ്രേഷണം ചെയ്യരുത് എന്ന് ആ ചാനലിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP ആണ് ആദ്യം ഈ വിഷയത്തിൽ സമീപിച്ചത്. അതിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടി എന്ന് പറയുമ്പോൾ താക്കീതിന്റെ സ്വരത്തിലുള്ള നടപടി കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു അക്കാര്യത്തിൽ. അരുൺകുമാർ.